ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ നോമ്പ് 23-ൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടിമ്മത്തേക്ക് ഇറങ്ങിയപ്പോഴേ വണ്ടിമ്മൽ കയറിങ്ങാണ്ട് ഈ പോത്താങ്കിരിയാൾ കണ്ണാടി നോക്കിങ്ങാണ്ട് ഇങ്ങനെ കൊത്തട്ടാ. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കേണ്ടത് വൈകുന്നേരം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഓട്ടാടയാണ്. അപ്പം ഇന്ന് നമുക്ക് നല്ല സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ 2 ദിവസമായി നമ്മൾ പയം കാത്തു കുത്തിരിക്കണേ. പയറ്റ് കിട്ടില്ല. ഒരു ദിവസം കൊണ്ട് നോക്കുമ്പോൾ പയം നല്ല പയമല്ല. അങ്ങനെ ഏതായാലും ഇപ്പോൾ നല്ല പയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ടിൽ ചെമ്പിൽ ഒന്ന് പുഴുങ്ങി വെച്ചിക്കണേ. അപ്പോൾ നമ്മൾ ഉന്നക്കായി ആട്ടം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ പ്രാവശ്യം ഉന്നക്കായി ഉണ്ടാക്കിയിട്ടില്ല. ഇനി അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അതിക്ക് മെയിനായിട്ട് വേണ്ടിയത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പുണ്ടെങ്കിലേ ആ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങ, അടിയൊന്നും വരണ്ടി കൂട്ടാതെ നല്ല മേലത്തെ തേങ്ങ കേട്ടോ. അപ്പോൾ അതൊക്കെ ചരിഞ്ഞ് വെച്ചിക്കണ്. അപ്പോൾ ലേസം മുന്തിരി ഇട്ട് കൊടുത്തിക്കണം. മുന്തിരി ഇല്ലെങ്കിലും വേണ്ടിയില്ല, അണ്ടിപ്പരിപ്പാണ് വേണ്ടിയത്. അപ്പോൾ നല്ല ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അല്ല നെയ്യിലാണ് നമ്മൾ ഒന്ന് വറുക്കേണ്ടത്. അപ്പം ആ പഞ്ചസാര ഒന്നും അരിയാൻ മാത്രം ഒന്നും ഇളക്കണുള്ളൂ, അധികം ഇരിക്കണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി നല്ലതല്ലേ, ഒരു പൂതിയല്ലേ, നോമ്പിനല്ലേ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കുള്ളൂ. നോമ്പ് കഴിഞ്ഞാൽ പാരപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണേ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല, കാലം ഉണ്ടാവില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുമായിരിക്കാറില്ലേ. അപ്പോൾ പയം ഈ ചൂടാറിനീൻ്റെ മുമ്പേ ഉടക്കണം കേട്ടോ, അല്ല ഞാൻ പയം പിന്നെ ഉടഞ്ഞ് കിട്ടൂല. അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉള്ള പയാട്ട ഇന്നലെ കൊണ്ടുവന്ന് ഒരു മെല്ലിച്ച പയ. അപ്പോൾ അത് ഒരു ഇതില്ലാത്ത മാതിരി. അപ്പോൾ അതവിടെ വെച്ച് അതിൻ്റെ മുമ്പത്തെ ദിവസം അപ്പോൾ ഇങ്ങനെ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണേ. അപ്പോൾ നല്ല പയം കിട്ടിയത് ഇപ്പോൾ ഇന്നാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി അത്താഴത്തിന് നേരത്തെ 2 പയം പുഴുങ്ങും കേട്ടോ. 2 പയം 4 കഷ്ണാക്കിങ്ങാണ്ട് പുഴുങ്ങും. അപ്പോൾ ഓരോരോ പീസ് എല്ലാവരും തിന്നും. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് നേരം വെളുത്താലൊരു എനർജിയാണ് കേട്ടോ. അങ്ങനെ പണ്ടേ അങ്ങനെ ശീലമായതാണ്. അപ്പോൾ എല്ലാവരും മൈസൂർ പയം തിന്നുമ്പോൾ ഞങ്ങൾ നീന്ത്രപ്പയം പുഴുങ്ങിങ്ങാണ്ടട്ടത് ഓരോരോ പീസ് എടുക്കുള്ളൂ. എൻ്റെ വലിയവൻ തിന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്ക് ഓരോ പീസ് കണക്കാണിക്കാരം. അപ്പോൾ അതൊക്കെ നല്ലോണം പിങ്ങി ഉടച്ച് നല്ല ഇതാക്കിക്കണം. അതിൻ്റെ കറുത്ത നാരും പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരഞ്ഞ് ഒഴിവാക്കണം ആട്ടതിന് വേണ്ടിയത്. അപ്പോൾ നല്ല മെയിനായിട്ട് അപ്പോൾ നല്ല കുത്തിയുണ്ട് ഉടച്ചിക്കാണ്ട്. അപ്പോൾ ഇനി കൈകൊണ്ട് നല്ലുണ്ട് ഭസ്മാക്കിക്കാണ്ട് ഉടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താത്തോലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൻ്റെ ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണുണ്ടാവുന്നാവാം. അപ്പോൾ പിന്നെ കൈമലേശം വെളിച്ചെണ്ണാക്കിക്കാണ്ട് കൈക്കല്ലിട്ടുകാണ്ട് നല്ലൊന്നുണ്ട് പിന്നെ പരത്തിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാറ്. ഇതൊക്കെ എല്ലാവർക്കും അറിയിക്കാരം, എന്നാലും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. പണ്ടേ ഉള്ള പലഹാരമാണല്ലേ ഉന്നക്കായി. ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൈമലിട്ടുകാണ്ട് കുറച്ച് വലുതാക്കി കണ്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ഉണ്ടാക്കണില്ല, ഞങ്ങൾക്ക് ഓരോന്ന് കണക്കാക്കി കണ്ടിട്ട് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മൾ പരിപാടിക്കൊന്നുമല്ല, അപ്പോൾ പിന്നെ വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളൊരു വായൻ്റെ ഇലയൊക്കെ എടുത്ത് കൊടുത്തുകാണ്ട് അതിക്കാട്ട വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ഒരു ഒട്ടലാണ് ഈ കറി. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഏതായാലും നോമ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങിയല്ലേ. ഇനിയിപ്പോൾ അതിനകത്രം ദിവസങ്ങളൊന്നുമില്ല. നല്ല നല്ല ദിവസങ്ങളും ഒറ്റ രാവുകളും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണ രാവുകളും ഒക്കെ ഉള്ളല്ലേ. പ്രാർത്ഥനയ്ക്ക് ഊക്ക് കൊടുക്കണ സമയമാണ്. ചൂടുകൊണ്ട് മനുഷ്യനെ ഒന്നിനും കഴിയാതാവണില്ലേ. മയക്കങ്ങനെ വന്നുകൊണ്ട് നിൽക്കല്ലേ. ഒടുവിനത്തെ 10 ആകുമ്പോൾ തന്നെ നമുക്ക് അധികം ക്ഷീണമാണ് ഈ കാര്യം. നോമ്പിന് വയസ്സായി എന്നാണ് പറയലേ. നോമ്പിന് നീച്ചാൻ വിചാത്ത പ്രായത്തിലെത്തി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലേ. ഈ ചൂടാണ് നമ്മൾ സഹിച്ചാൻ കഴിയാത്ത. ഇടയ്ക്കൊരു മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു എനർജി കിട്ടീന് വന്നിട്ട് പെയ്യണ മട്ടൊന്നുമില്ല. ഏതായാലും നോമ്പ് ഇങ്ങനെയാണ് കൈ വയ്ക്കാരം. ഏതായാലും ഒരുപാട് റമദാനിൽ നമുക്ക് കൂടാനൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്കതിങ്ങനെ എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് റമദാനിൽ നമുക്ക് കൂടാനും നോമ്പ് നോൽക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള ആവതും ആഫിയത്തും ആയുസ്സൊക്കെ പടച്ചോൻ തരണേന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൈക്കലിട്ടുകാണ്ട് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 5 എണ്ണം കണക്കാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒന്ന് കുറച്ച് വലുതേറി അവൻ്റെ ചെറിയ മോനക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. ചെറിയ മക്കളെപ്പോഴും നമ്മളൊന്ന് മുന്തിക്കണമല്ലോ. അപ്പോൾ പിന്നെ തീന് കുറച്ച് ബാക്കിയായിട്ടാണ്. അപ്പോൾ പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ വലിയ പെറുക്കി തിന്നീന്. അണ്ടിപ്പരിപ്പിനാണ് ഇവിടെ ഭയങ്കര പഞ്ചം. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഒരുവിധ സാധനക്കെറ്റുകൾ തിന്നുള്ളൂ. തരിയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടാകുന്ന ഇങ്ങനെ തരിയാണ് ഇക്കാരം.
അപ്പം ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആകുമ്പോൾ വെളിച്ചെണ്ണ നല്ലത്, വല്ലാതെ വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊന്നും ഇങ്ങനെ ഉണ്ട് പൊരിച്ചെടുക്കാനുള്ളൂ, വേഗം കരിയും ചെയ്യും. അപ്പോൾ ചെറു തീയിലാക്കിക്കാണ്ട് വെളിച്ചെണ്ണയിലാട്ടെ നമ്മൾ പൊരിച്ചെടുക്കണ്ടേ. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കാണ്ട് ഇതാക്കി. അപ്പോൾ നമ്മളിന്ന് ഓട്ടാടാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിക്ക് നല്ല അയിലക്കറിയാട്ടെ നമ്മൾ ഉണ്ടാക്കിക്കിട്ടത്. ഇപ്പോൾ ചിക്കനൊക്കെ വില കൂടിയില്ല, ചിക്കന് വില കൂടിയപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇതായിക്കണം. ഇതുവരെ വില കുറഞ്ഞപ്പോൾ ഒരു നല്ലൊരു സമാധാനം ഇനി ചിക്കനാണ്ട് കറി വെച്ചാൽ എല്ലാത്തിനും ചേരും ചെയ്യും. അതൊരു ഇതാണ്, ഒരു ഭാര്യയാണെന്ന് പറയും. നല്ലൊരു ഇതേനി അതിപ്പോൾ പൊയ്ക്കണം. ഇനിയിപ്പോൾ പെരുന്നാളാകുമ്പോഴത്തേന് ഇനിയും വില കൂടുന്നതാണ് പറഞ്ഞേക്കണം. എന്താണെന്ന് ഈ ചൂടുകൊണ്ട് ചിലപ്പോൾ കോഴിക്കളൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല, ഈ കാരം ഉൽപ്പാദിപ്പിക്കണുണ്ടാവില്ല. ചൂടുകൊണ്ട് ഇങ്ങനെ നഷ്ടം വരും എന്ന് വിചാരിച്ചു കാണ്ടേ. പക്ഷിപ്പനി വന്നാൽ പിന്നെ വലിയ കുടുങ്ങിയില്ല. അപ്പോൾ വിചാരിച്ചിട്ടാണ് ഈ കാരെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് എടുത്തുക്കണേ, നല്ല ഉസാറായി വന്നിക്കണ കേട്ടാ. ഒന്ന് വേവാനൊന്നും ഉണ്ടാവില്ല, പുറന്നുകൊണ്ട് മരിക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയാക്കിക്കണേ. നമ്മൾ അയിലക്കറി ഇട്ടത് നല്ലൊരു വലിപ്പമുള്ള അയിലേനി, ഒറ്റ അയിലാണ്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ച് കറി വെച്ച്. അപ്പോൾ നമ്മൾ പിറ്റേന്നും അത് അയിലക്കറി തന്നെ ഇട്ട വെച്ചത്. അപ്പോൾ ചെമ്മീൻ ഉണ്ടായിന്, അപ്പോൾ ലേസം വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ അത് ഓരോന്നുണ്ട് കൊടുത്തുകാണ്ട് ഇതാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത്താഴത്തിൻ്റെ അല്ല മുത്തായത്തിൻ്റെ നേരത്തെ പിന്നെ ഞാൻ ലേസം 2 മുട്ട പൊരിച്ച്. കാക്കറിഞ്ഞ നോമ്പറക്കുന്ന നേരത്ത് വേണ്ട, വയറിന് സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കഞ്ഞി കാക്കാന്ന് വിചാരിച്ചു. അപ്പോഴും ഒരു 10 ഇത് ഓട്ടാടയൊക്കെ തിന്നു പോകണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഓട്ടാട അവിടെ ഒക്കെ എടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ 2 മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്ത്. എല്ലാം കൂട്ടാൻ വേണം, എല്ലാവർക്കും കൂട്ടാണ്ടെങ്കിലേ ഇങ്ങനെ തിന്ന് പോവുള്ളേ. ഒന്നൊക്കെ ഇറച്ചി വേണം, അല്ലെങ്കിൽ മീൻ വേണം, അതാണ് കാര്യമായിട്ട്. അപ്പോൾ ഇമ്മാതിരി ഈ ചട്ടിയിലൊക്കെ മുട്ട പൊരിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഫ്രൈപ്പാൻ്റെ ചട്ടീനെക്കാട്ടിയേ ചട്ടി ഒന്ന് നന്നായും ചെയ്തോളൂ. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കൽ ഇങ്ങനത്തെ ചട്ടിയിലാണ്, ചെറു തീയിലാക്കൂട്ടാ. അപ്പോൾ ആ ചട്ടിയിൽ വെച്ച് കണ്ട് തന്നെയാണ് മുറിച്ചത്. അപ്പോൾ വലിയവനക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവനക്ക് ഒരുവിധം സാധനമൊന്നും പറ്റില്ല, നേന്ത്രപ്പഴം പറ്റില്ല, മുട്ട പറ്റില്ല, അങ്ങനത്തെ ആളാണ് അവന്. അപ്പോൾ എനിക്ക് മീൻ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നമ്മളൊന്ന് നിസ്കാര കുപ്പായൊക്കെ ഒന്ന് തിരുമ്പിട്ടാ. അപ്പം ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മരുവിക്ക് നിസ്കരിച്ചാൻ വേണ്ടിയിട്ടുണ്ട് എടുത്തതാണ്. പകലൊക്കെ ഞാൻ മോളതിലാണ് നിസ്കരിച്ചത്. വേർത്തുകാണ്ടുണ്ട് കുളിച്ചിക്കുക. അപ്പോൾ ഇനിയും ഇല്ല 3-4 ദിവസം. അപ്പോൾ പിന്നെ ഇങ്ങനെ സ്മെല്ല് എടുക്കൽ തുടങ്ങിയപ്പോഴേ, അപ്പോൾ ഏതായാലും നല്ല നല്ല ദിവസങ്ങളല്ലേ. അപ്പോൾ നിസ്കാര കുപ്പായൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം നോമ്പ് നീനസപ്പം നനച്ചുള്ളിൻ്റെ അന്നൊന്ന് ചെയ്ത്, പിന്നൊന്ന് ചെയ്ത്, പിന്നൊന്ന് ചെയ്ത്, 3ാമത്തെ ഒട്ടാട്ടത്. അപ്പം നമ്മൾ മാക്സി ഇട്ടത്, മാക്സി അടിച്ചാൻ വേണ്ടിയിട്ട് എടുത്തുകൊടുന്നതാണ്. അപ്പം ഒന്ന് ഒലിമ്പി വെക്കുമ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ഇറക്കണ്ടേനി. അപ്പോൾ ഒലിമ്പി വെക്കുമ്പോൾ ആ ഇറക്കൊന്നും കാണുന്നില്ല. അതാണ് ഏത് മാക്സി എടുത്താലും ഒലിമ്പീൻ്റെ ശേഷം അടിക്കാനും വെട്ടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പിടിച്ചോടത്ത് കിട്ടില്ല, നമ്മൾ വെട്ടിപ്പോവും. ഒലിമ്പിയപ്പോൾ ആ ഇറക്കൊക്കെ എവിടേക്കേ പോയി തന്നെ ആവാം. ഇപ്പോൾ വെട്ടാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മേൽക്കൂടി എടുക്കാണ്ട്, അപ്പോൾ അതൊന്ന് അടിച്ച് വെക്കുകയാണ്. പക്ഷെ മോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ കളറേ. അപ്പം ഇതിന് അതിൻ്റെ ആ ഓറഞ്ച് കളറിൽ ഒരു ഷോൾ എടുക്കണം, അപ്പോഴാണ്ട് കളർഫുള്ളാക്കണം. അപ്പോൾ ഓളെ ഞെട്ടിക്കണം എന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഞാൻ ചൂടെടുക്കാതെ സീല നോക്കി എടുത്തതാണ്. അപ്പോൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻ്റെ അടുക്കൊക്കെ പോകുമ്പോഴേ അവിടെ ഓലൊക്കെ നല്ല നല്ല മാക്സി ഇടുമ്പോൾ നിങ്ങൾ ഈ നിറഞ്ഞാത്ത ഇട്ടുകൊണ്ടാകുമ്പോൾ നമുക്കൊരു പോരാത്തര. ഞാൻ പറഞ്ഞാൽ ഇനി ഒന്നും കൂടി നല്ല എടുക്കാം, എനിക്കിപ്പോൾ ചൂടെടുക്കാത്ത മതി എന്ന് പറഞ്ഞാണ്ട് എടുത്തതാണ്. നല്ലൊരു ഓറഞ്ച് ഷോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ചീരയിക്കാറ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്നും അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ല, ഇനിയിപ്പോൾ 3-4 ദിവസമല്ലേ ഉള്ളൂ, ഓരോരോ പണികളുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.